നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആണ്. മൈ നെയിം ഈസ് ജോ. വെൽക്കം ടു മൈ ചാനൽ. സ്റ്റൂ തയ്യാറാക്കുവാനായി 1/2 കിലോ ക്ലീൻ ചെയ്ത ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ തയ്യാറാക്കാം. ഇത് ഡീറ്റെയിൽഡായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ 8 ഗ്രാമ്പുവും കഷണങ്ങളാക്കിയ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള കറുവാപ്പട്ടയും ചെറുതായി ചതച്ച 4 ഏലക്കയും ചേർത്ത് കൊടുത്ത് ഒരു 10 സെക്കൻഡ് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 5 അല്ലി വെളുത്തുള്ളിയും നടുവേ കീറിയ 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. സവാള ഒരുവിധം വഴന്നു വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീഡിയം സൈസിലുള്ള ഒരു കിഴങ്ങ് ചേർത്ത് കൊടുത്ത് ഏകദേശം 1 മിനിറ്റ് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പ് പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ നാരങ്ങാ നീര് കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് ഏകദേശം 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2ാം പാൽ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലും വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് 15 മുതൽ 20 കാഷ്യൂ നട്ട്സ് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നന്നായി തിളച്ചു വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന 1ാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി താളിക്കുവാനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച 2 വറ്റൽമുളക് ചേർത്ത് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 5 ചുവന്നുള്ളി ചേർത്ത് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുക. ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.